Hi dear friends, welcome once again. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ 7ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. ഈ കഴിഞ്ഞ 6 ക്ലാസ്സുകളിലായി ആൻജിയോസ്പേം സസ്യങ്ങളിൽ നടക്കുന്ന സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ പല ഘട്ടങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും നമ്മൾ പഠിച്ചത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻസിനെ കുറിച്ചായിരുന്നു. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻറ്റിൽ 2 പ്രധാനപ്പെട്ട പ്രക്രിയകളാണ് നടക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എൻഡോസ്പേം. ആ എൻഡോസ്പേം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായി നമ്മൾ പഠിച്ചു. എന്താണ് ആൻജിയോസ്പേം സസ്യങ്ങളിൽ ഈ എൻഡോസ്പേമിൻ്റെ ധർമ്മം? വളരുന്ന എംബ്രിയോയ്ക്ക് ആഹാരം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ധർമ്മം. ഈ എൻഡോസ്പേമിലുള്ള ആഹാരം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ആൻജിയോസ്പേം സസ്യങ്ങളിലെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻറ്റിൽ അടുത്തതായി നടക്കുന്ന പ്രക്രിയയാണ് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ. സുവോളജി ക്ലാസ്സിൽ നിങ്ങൾ വളരെ വ്യക്തമായി പഠിച്ചു മനുഷ്യരിൽ എങ്ങനെയാണ് എംബ്രിയോ ഡെവലപ്മെൻറ്റ് നടക്കുന്നതെന്ന്. അതുപോലെ സസ്യങ്ങളിലും ആൻജിയോസ്പേം സസ്യങ്ങളിലും എംബ്രിയോ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് പല ഘട്ടങ്ങളിലൂടെയാണ്. ഇന്ന് നമ്മൾ ആൻജിയോസ്പേം സസ്യങ്ങളിലെ എംബ്രിയോ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് ആദ്യം പഠിക്കുന്നത്. ഷാൽ വി കണ്ടിന്യൂ? നിങ്ങൾക്കറിയാം ആൻജിയോസ്പേം സസ്യങ്ങളിൽ നടന്ന ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ ഫലമായി സൈഗോട്ട് ഉണ്ടായതായി. ഈ സൈഗോട്ടിന് ഘട്ടം ഘട്ടമായി മാറ്റങ്ങൾ സംഭവിച്ചാണ് എംബ്രിയോ ഉണ്ടാകുന്നത്. നമുക്ക് ആ സ്റ്റേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ ഫ്രം ദ സൈഗോട്ട് ഈസ് കോൾഡ് എംബ്രിയോജനി. ലെറ്റ് us see the various stages in embryogeny of angiosperms. ഡൈക്കോട്ട് ചെടികളിലും മോണോക്കോട്ട് ചെടികളിലും എംബ്രിയോജനി ഏകദേശം ഒരുപോലെയാണ് നടക്കുന്നത്. നമ്മൾ ഇവിടെ ഡൈക്കോട്ട് ചെടിയുടെ എംബ്രിയോജനിയുടെ ഘട്ടങ്ങളാണ് പഠിക്കുന്നത്. സീ ദ ഫിഗർ. ഇവിടെ നിങ്ങൾക്ക് ഒരു കോശമാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു സിംഗിൾ സെല്ലാണ് സൈഗോട്ട്. അതിൻ്റെ പ്ലോയിഡ് ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? സൈഗോട്ട് ഡിപ്ലോയിഡാണ്. ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഈ സൈഗോട്ട് ഘട്ടം ഘട്ടമായി പല മാറ്റങ്ങൾക്കും വിധേയമാകുന്നുണ്ട്. ഇനി ഈ സൈഗോട്ടിന് സംഭവിക്കുന്ന മാറ്റങ്ങളെല്ലാം തന്നെ മൈറ്റോസിസ് വഴിയാണ്. കാരണം സൈഗോട്ട് ഡിപ്ലോയിഡാണ്. അതിൽ നിന്ന് വേണം നമുക്കൊരു പൂർണ്ണ വളർച്ചയെത്തിയ എംബ്രിയോ ഉണ്ടാകാനായിട്ട്. നിങ്ങൾക്കറിയാം സസ്യങ്ങളുടെ എംബ്രിയോ ആണ് ഫ്യൂച്ചറിൽ ഒരു കുഞ്ഞു ചെടിയായി മാറുന്നത്. ആ എംബ്രിയോജനിയുടെ അഥവാ എംബ്രിയോജനസിൻ്റെ ഘട്ടങ്ങളാണ് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത്. ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒറ്റ കോശമായ സൈഗോട്ട് മൈറ്റോസിസിലൂടെ വിഭജിച്ച് 2 കോശങ്ങൾ ഉണ്ടാകുന്നു. ദ സൈഗോട്ട് ഫസ്റ്റ് ഡിവൈഡ്സ് ടു ഫോം 2 cells. See the 2 cells? One is large and the other is small. The large cell is called suspensor cell. The small cell is called embryonal cell. സൈഗോട്ടിൽ നിന്നുണ്ടായ വലിയ കോശത്തിൻ്റെ പേരാണ് സസ്പെൻസർ കോശം അഥവാ സസ്പെൻസർ സെൽ. ചെറിയ കോശത്തിൻ്റെ പേരാണ്
എംബ്രിയോണൽ സെൽ. ഇത്തരത്തിൽ 2 കോശങ്ങളുള്ള ഈ ഘട്ടത്തെ പറയുന്ന പേരാണ് പ്രോ എംബ്രിയോ. ദ 2-celled സ്റ്റേജ് ഈസ് കോൾഡ് പ്രോ എംബ്രിയോ. ചിത്രം നന്നായി ഒന്ന് നോക്കിയേ. ഈ എംബ്രിയോണൽ സെൽ നന്നായി വിഭജിക്കുകയും ഒരു കൂട്ടം കോശങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അതുപോലെ സസ്പെൻസർ സെല്ലും വിഭജനത്തിന് വിധേയമാകുന്നുണ്ട്. The embryonal cell divides to form a mass of cells. The mass of cells is called globular embryo. ചിത്രം നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഏകദേശം ഒരു ഗ്ലോബിൻ്റെ ആകൃതിയാണ് ഇപ്പോൾ ആ എംബ്രിയോ കൈവരിച്ചിരിക്കുന്നത്. എംബ്രിയോജനിയുടെ ഈ ഘട്ടത്തെ പറയുന്ന പേരാണ് ഗ്ലോബുലാർ എംബ്രിയോ. ആ സസ്പെൻസർ സെൽ മാറ്റങ്ങൾക്ക് വിധേയമായി ഒരു കൂട്ടം കോശങ്ങളുടെ ഒരു നിര നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവയുടെ പേരാണ്, അവയെല്ലാം ചേർത്ത് പറയുന്ന പേരാണ് സസ്പെൻസർ. ഈ എംബ്രിയോ എൻഡോസ്പേമിൽ നിന്നും ആഹാരം സ്വീകരിക്കുന്നത് സസ്പെൻസറുടെ സഹായത്താൽ ആണ്. എംബ്രിയോ ആഹാരം സ്വീകരിച്ചുകൊണ്ട് വീണ്ടും വളരുന്നു. അടുത്ത ചിത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ആ ഗ്ലോബുലാർ എംബ്രിയോയിൽ കോട്ടിലിഡനുകൾ വികസിച്ചു വരുന്നതായി കാണാം. ഇത്തരത്തിൽ കോട്ടിലിഡനുകളും അതുപോലെ അതിൽ റാഡിക്കിളുമൊക്കെ രൂപപ്പെടുന്നതാണ് എംബ്രിയോജനസിസിൻ്റെ അടുത്ത ഘട്ടം. ഈ ഘട്ടത്തെ പറയുന്ന പേരാണ് ഹേർട്ട് ഷേപ്ഡ് എംബ്രിയോ. ഈ ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ വീണ്ടും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. തുടർന്ന് കോട്ടിലിഡനുകൾ നന്നായി വളരുകയും അതിൽ പ്ലിമ്യൂളും റാഡിക്കിളും ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തെ പറയുന്ന പേരാണ് മെച്വർ എംബ്രിയോ. Let us see the stages of embryogeny in a dicot embryo once again. The zygote divides into a 2-celled condition. This is called proembryo. Proembryo undergoes division and form a globular embryo. The globular embryo again undergoes division and form a heart-shaped embryo. The heart-shaped embryo again develops and form the mature embryo. ആൻജിയോസ്പം സസ്യങ്ങൾ പ്രധാനമായും ഡൈക്കോട്ടുകളുമുണ്ട്, മോണോകോട്ടുകളുമുണ്ട്. അവയുടെ എംബ്രിയോജനസിസിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന എംബ്രിയോയിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇന്ന് നമുക്ക് ഈ 2 തരം എംബ്രിയോയുടെയും സ്ട്രക്ചറും അവയുടെ വ്യത്യാസങ്ങളും എന്തൊക്കെയാണെന്ന് പഠിക്കാം. Let us see the structure of a dicot embryo first. See the figure. A dicot embryo mainly consists of an embryonal axis and 2 cotyledons. 2 കോട്ടിലിഡൻ ഉള്ളതുകൊണ്ടാണ് അവയെ ഡൈക്കോട്ട് എംബ്രിയോ എന്ന് പറയുന്നത്. ചിത്രം നോക്കുവാണെങ്കിൽ നമുക്ക് ആ എംബ്രിയോണൽ ആക്സിസ് ഒരു ഇമാജിനറി ലൈൻ പോലെ കാണാൻ പറ്റുന്നതാണ്. എംബ്രിയോണൽ ആക്സിസിന് ഇരുവശവുമായി 2 കോട്ടിലിഡൻ നമുക്ക് കാണാവുന്നതാണ്. The portion of the embryonal axis above the cotyledon is called epicotyl. എപ്പികോട്ടൈൽ അവസാനിക്കുന്നത് പ്ലിമ്യൂളിലാണ് അഥവാ ഷൂട്ട് ടിപ്പിലാണ്. The portion of the embryonal axis below the level of cotyledon is called hypocotyl. ചിത്രത്തിൽ നിങ്ങൾക്ക് ആ ഹൈപ്പോകോട്ടിൽ ഏകദേശം സിലിണ്ട്രിക്കൽ ആകൃതിയിലുള്ള ഒരു ഭാഗമായി കാണാൻ പറ്റുന്നതാണ്. ആ ഹൈപ്പോകോട്ടിൽ അവസാനിക്കുന്ന സ്ഥലത്ത് നമുക്ക് റാഡിക്കിളിൻ്റെ ഭാഗമായ റൂട്ട് ടിപ്പും അതുപോലെ തന്നെ റൂട്ട് ക്യാപ്പും കാണാവുന്നതാണ്. The portion of the embryonal axis above the level of cotyledon is called epicotyl. Epicotyl terminates in പ്ലിമ്യൂൾ. ഈ പ്ലിമ്യൂളാണ് സസ്യത്തിൻ്റെ സ്റ്റെമ്മായി മാറുന്നത്. The portion of the embryonal axis below the level of cotyledon is called hypocotyl. ഈ ഹൈപ്പോകോട്ടിൽ ടെർമിനേറ്റ് ചെയ്യുന്നത് റൂട്ട് ടിപ്പിലും റൂട്ട് ക്യാപ്പിലുമാണ്. നിങ്ങൾക്കറിയാം റാഡിക്കിളാണ് റൂട്ടായി മാറുന്നത്. ഇതാണ് ഒരു ഡൈക്കോട്ട് എംബ്രിയോയുടെ ഘടന. Now let us see the structure of a monocote embryo. ഇനി നമുക്ക് മോണോകോട്ട് എംബ്രിയോയുടെ ഘടന നോക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ
മോണോകോട്ട് എംബ്രിയോയിൽ ഒറ്റ കോട്ടിലിഡനേ ഉള്ളൂ. ഗ്രാസ് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളിൽ എംബ്രിയോണൽ ആക്സിസിന് അടുത്തായി കാണപ്പെടുന്ന ഈ കോട്ടിലിഡനെ പറയുന്ന പേരാണ് സ്ക്യൂട്ടെല്ല. ഡൈക്കോട്ട് എംബ്രിയോയിൽ കണ്ടതുപോലെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് മോണോകോട്ട് എംബ്രിയോയിലും കാണാൻ പറ്റും. ദ പോർഷൻ ഓഫ് ദ എംബ്രിയോണൽ ആക്സിസ് എബവ് ദ ലെവൽ ഓഫ് കോട്ടിലിഡൻ ഈസ് കോൾഡ് എപ്പികോട്ടൈൽ. എപ്പികോട്ടൈൽ അവസാനിക്കുന്നത് ഷൂ ടിപ്പ് അഥവാ പ്ലൂമ്യൂളിലാണ്. The plumule is covered by a hollow foliar sheath. This hollow foliar sheath is called coleoptile. ഇത് നമുക്ക് മോണോകോട്ട് എംബ്രിയോയിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു സവിശേഷ ഭാഗമാണ്. അതുപോലെ the portion of the embryonal axis below the level of cotyledon is called hypocotyl. Hypocotyl terminates in radicle. At the tip of the radicle we can see the root tip and root cap. ഇവിടെയും റൂട്ട് ടിപ്പിനെയും റൂട്ട് ക്യാപ്പിനെയും കവർ ചെയ്തുകൊണ്ട് നമുക്കൊരു കവറിംഗ് ഷീത്ത് കാണാൻ പറ്റും. ഇതൊരു അൺഡിഫറൻഷിയേറ്റഡ് മാസ് ഓഫ് സെൽസ് ആണ്. ദ അൺഡിഫറൻഷിയേറ്റഡ് ഷീത്ത് ദാറ്റ് കവേഴ്സ് റാഡിക്കിൾ ഈസ് കോൾഡ് കോളിയോറൈസ. അതായത് റാഡിക്കിൾ അവസാനിക്കുന്ന സ്ഥലത്ത് ആ ഭാഗത്തുള്ള റൂട്ട് ടിപ്പിനെയും റൂട്ട് ക്യാപ്പിനെയും കവർ ചെയ്തുകൊണ്ട് മോണോകോട്ട് എംബ്രിയോയിൽ കാണുന്ന ഒരു കൂട്ടം കോശത്തെ നമ്മൾ പറയുന്ന പേരാണ് കോളിയോറൈസ. ഈ ചിത്രമൊന്ന് നന്നായി നോക്കുകയാണ് എങ്കിൽ ചെറിയ ഒരു വിരൽ പോലുള്ള ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് മോണോകോട്ട് എംബ്രിയോയുടെ ഒരു സവിശേഷതയാണ്. ഈ ഭാഗത്തെ പറയുന്ന പേരാണ് എപ്പിബ്ലാസ്റ്റ്. ഇതിനെ സാധാരണഗതിയിൽ രണ്ടാം കോട്ടിലിഡൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എപ്പിബ്ലാസ്റ്റ് റെപ്രസെൻറ്റ്സ് ദ സെക്കൻഡ് കോട്ടിലിഡൻ ഓഫ് എ മോണോകോട്ട് embryo. Now let us see the parts of a monocote embryo once again. A monocote embryo has an embryonal axis. It has only one cotyledon. The portion of the embryonal axis above the level of cotyledon is called the epicotyl. The portion of the embryonal axis below the level of cotyledon is called hypocotyl. Epicotyl terminates in plumule, or we can say with the shoot tip and some leaf primordia. Hypocotyl terminates with the radicle. The plumule is covered by coleoptile and the radicle is covered by coleorhiza. രണ്ട് തരം എംബ്രിയോയുടെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞു. ഓവ്യൂൾ ചേഞ്ചസ് ടു സീഡ്സ്. അതുപോലെ ഓവറി ചേഞ്ചസ് ടു ഫ്രൂട്ട്. ആ സീഡിനുള്ളിലുള്ള എംബ്രിയോയുടെ വളർച്ചയാണ് നമ്മൾ ഇത്രയും സമയം പഠിച്ചത്. എംബ്രിയോ മെച്യൂർ ആകുമ്പോൾ ആ ഓവ്യൂൾ നല്ല സീഡായി മാറും. അതുപോലെ ഓവറി ഫ്രൂട്ടായി മാറുകയും ചെയ്യും. ഇവ രണ്ടും ഏകദേശം ഒരേ സമയത്താണ് സസ്യങ്ങളിൽ നടക്കുന്നത്. ആൻജിയോസ്പേം സസ്യങ്ങളുടെ സവിശേഷതകൾ അവയുടെ വിത്തുകളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒവ്യൂളാണ് സീഡായി മാറുന്നതെന്ന്. ഒവ്യൂളാണ് സീഡായി മാറുന്നത് എങ്കിൽ ഒവ്യൂളിൻ്റെ ഭാഗങ്ങൾ സീഡിലും കാണേണ്ടതല്ലേ? ഒവ്യൂളിൻ്റെ ഭാഗങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയേ. ഒവ്യൂളിൽ ഉണ്ടായിരുന്ന ഏതൊക്കെ ഭാഗങ്ങൾ നമുക്ക് സീഡിൽ കാണാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് 2-3 ഭാഗങ്ങൾ പ്രധാനമായും സീഡിലും കാണാൻ പറ്റും ഒവ്യൂളിൻ്റേതായി. ഒവ്യൂളിലുള്ള ഇൻറ്റഗുമെൻസ് നമുക്ക് ഒവ്യൂൾ സീഡായി മാറുമ്പോഴും കാണാൻ പറ്റും. സോ വി ക്യാൻ സേ ദ ഇൻറ്റഗുമെൻസ് ഇൻ ഒവ്യൂൾ ചേഞ്ച് ടു സീഡ് കോട്ട്. ഒവ്യൂളിനെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരുന്നത് ഇൻറ്റഗുമെൻസ് ആയിരുന്നു. ആ ഒവ്യൂൾ സീഡായി മാറിയപ്പോൾ ആ ഇൻറ്റഗുമെൻറ്റുകളുടെ പേര് മാറി, സീഡ് കോട്ട് എന്നായി. ഇവിടെയും ഫങ്ഷൻ എന്തു തന്നെയാണ്? പ്രൊട്ടക്ഷൻ തന്നെയാണ്. സോ വി ക്യാൻ സേ ദ സീഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ ഹാർഡ് സീഡ് കോട്ട്. ഇനി നമുക്ക് ഒവ്യൂളിൻ്റേതായി കാണാൻ പറ്റുന്ന മറ്റൊരു ഭാഗമാണ് മൈക്രോപൈൽ. ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ചെറിയ ഓപ്പണിംഗ് ആയിട്ടല്ലേ?
ഇവിടെയും നമുക്ക് ഒരു സീഡിനുള്ളിലേക്ക് ജലവും ഓക്സിജനും ഒക്കെ കയറുന്നത് ഈ കുഞ്ഞ് ഓപ്പണിങ്ങിലൂടെയാണ്. അതുകൊണ്ട് ഒവ്യൂളിൻ്റെ ഓപ്പണിംഗ് ആയ മൈക്രോപൈൽ സീഡിലും ഒരു ചെറിയ ദ്വാരമായി, ഒരു സുഷിരമായി അവശേഷിക്കുന്നുണ്ട്. അതുവഴിയാണ് ഓക്സിജനും ജലവുമൊക്കെ സീഡിനുള്ളിലേക്ക് കയറി സീഡ് നല്ല ഒരു കുഞ്ഞു ചെടിയായി മാറുന്നത്. ഒവ്യൂളിൽ ഉണ്ടായിരുന്ന ഒരു മാസീവ് സെൽസിൻ്റെ പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ന്യൂസെലസ്. മെജോറിറ്റി സീഡുകളിലും ഈ ന്യൂസെലസ് നശിച്ചു പോകാറുണ്ട്. എന്നാൽ ചില സീഡുകളിൽ ന്യൂസെലസ് നശിച്ചു പോകാറില്ല. ന്യൂസെലസിൻ്റെ ചില ഭാഗങ്ങൾ സീഡിൽ ഇങ്ങനെ അവശേഷിക്കും. ഇത്തരത്തിൽ സീഡിൽ അവശേഷിക്കുന്ന ന്യൂസെലസിനെ പറയുന്ന പേരാണ് പെരിസ്പേം. പെരിസ്പേം ഈസ് ദ റെമനൻസ് ഓഫ് ന്യൂസെലസ്. ദാറ്റ് ഈസ് പെർസിസ്റ്റൻറ്റ്, നശിച്ചു പോകുന്നില്ല ആ ഭാഗം. സോ ദ പെർസിസ്റ്റൻറ്റ് ന്യൂസെലസ് seen in some seeds are called പെരിസ്പേം. ഇത്തരത്തിൽ പെരിസ്പേം കാണാൻ പറ്റുന്ന 2 ചെടികളാണ് ബ്ലാക്ക് പെപ്പർ, അതുപോലെ തന്നെ ബീറ്റ്. കുരുമുളകിലും ബീറ്റ് എന്ന സസ്യത്തിലും നമുക്ക് ന്യൂസെലസിൻ്റെ അവശേഷിപ്പായ പെരിസ്പേം കാണാൻ പറ്റുന്നതാണ്. സീഡുകളിൽ എൻഡോസ്പേം അവശേഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് സീഡുകളെ നമുക്ക് പ്രധാനമായും 2ആയി തരംതിരിക്കാം. ചിലതരം വിത്തുകൾ ഭ്രൂണവളർച്ച പൂർത്തിയായാലും കുറച്ച് എൻഡോസ്പേമിനെ എംബ്രിയോ വളർന്ന് ചെടിയാകുമ്പോൾ ഉപയോഗിക്കുന്നതിനായി വയ്ക്കും. ഇത്തരം സീഡുകൾ നമുക്ക് നോക്കുകയാണ് എങ്കിൽ അവയിൽ എൻഡോസ്പേം കാണാൻ പറ്റും. എന്നാൽ മറ്റു ചില വിത്തുകളിൽ എൻഡോസ്പേം എംബ്രിയോ ഉപയോഗിക്കുകയും ആ എംബ്രിയോ വളർന്ന് പുതിയ ചെടി ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണം കോട്ടിലിടനിൽ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യും. അത്തരത്തിൽ കോട്ടിലിടനിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന സീഡുകളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? എൻഡോസ്പേം കാണാൻ പറ്റില്ല. അപ്പോൾ എൻഡോസ്പേം ഉണ്ടോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വിത്തുകളെ 2ആയി തരംതിരിക്കാം. We can classify seeds into 2 types based on the presence or absence of endosperm. Some seeds retain endosperm. Such seeds are called albuminous seeds. See the figure and identify the seeds which retain endosperm. ഏതൊക്കെയാണവ? Wheat, maize, barley, castor are examples of seeds that retain endosperm. Or we can say these are albuminous seeds. എന്നാൽ മറ്റു ചില വിത്തുകളുണ്ട്, ഇവയിൽ എൻഡോസ്പേം ഇല്ല. They store food for the growing embryo in the form of cotyledon. അവയെ നമുക്ക് എക്സ് ആൽബുമിനസ് സീഡ്സ് അല്ലെങ്കിൽ നോൺ ആൽബുമിനസ് സീഡ്സ് എന്ന് പറയാം. പീ ആൻഡ് ഗ്രൗണ്ട്നട്ട് ആർ എക്സാമ്പിൾസ് ഓഫ് എക്സ് ആൽബുമിനസ് സീഡ്സ് ഓർ നോൺ ആൽബുമിനസ് സീഡ്സ്. ഇപ്പോൾ എൻഡോസ്പേം ഉള്ള സീഡുകളും എൻഡോസ്പേം ഇല്ലാത്ത സീഡുകളും. ഇനിയും ഉദാഹരണങ്ങൾ ഒട്ടേറെ ഉണ്ട്, അവ കൂടി ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. വിത്ത് നമ്മൾ എടുത്തു നോക്കുകയാണ് എങ്കിൽ അവ നല്ല ഉണങ്ങിയ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഒരു ഓവ്യൂൾ സീഡായി മാറുമ്പോൾ അതിനുള്ളിലുള്ള ജലാംശം വളരെയധികം കുറയുന്നു. നല്ല പാകമായ ഒരു വിത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 10 മുതൽ 15% വരെ ജലാംശം മാത്രമേ നമുക്കതിൽ കാണാൻ പറ്റുകയുള്ളൂ. The water content of a seed is about 10 to 15% of total mass of that seed. അതുപോലെ എംബ്രിയോ ഒരു സുഷുപ്ത അവസ്ഥയിലായിരിക്കും, മെറ്റബോളിക്കലി ഇനാക്റ്റീവായ ഒരു കണ്ടീഷനിലായിരിക്കും സീഡിനുള്ളിൽ എംബ്രിയോ കാണപ്പെടുന്നത്. ഈ അവസ്ഥയെ പറയുന്ന പേരാണ് ഡോമൻസി. സീഡിന് ജാമിനേറ്റ് ചെയ്യാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഒത്തുവരുമ്പോൾ മാത്രമാണ് സീഡിനുള്ളിലുള്ള എംബ്രിയോ ആക്റ്റീവായി മാറുന്നത്. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സീഡ് ജാമിനേഷന് വേണ്ടിയുള്ള ഫാക്ടേഴ്സ്. ക്യാൻ യു സേ വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഫെസിലിറ്റേറ്റ് സീഡ് ജാമിനേഷൻ? ജലം ആവശ്യമാണ്, ആവശ്യത്തിന് ഓക്സിജൻ വേണം, അതുപോലെ ടെമ്പറേച്ചർ അനുകൂലം ആയിരിക്കണം. ഈ സാഹചര്യങ്ങളെല്ലാം ഒത്തുവരുന്നതിന് വേണ്ടിയാണ് സീഡിനുള്ളിൽ എംബ്രിയോ ഡോമൻ്റ് അവസ്ഥയിൽ ഇരിക്കുന്നത്. Seed dormancy, we can define seed dormancy as an inactive state of embryo.
ഇനി നമുക്ക് ചിത്രത്തിൽ നോക്കി ചില വ്യത്യസ്ത തരം സീഡുകളിലുള്ള ഭാഗങ്ങൾ നോക്കാം. നേരത്തെ പഠിച്ച എംബ്രിയോയുടെ ഭാഗങ്ങൾ ഈ സീഡുകളിലുമൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ചിത്രങ്ങളൊന്ന് നോക്കി വിവിധ തരം സീഡുകളിലുള്ള ഭാഗങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചേ. നേരത്തെ നമ്മൾ പഠിച്ച എംബ്രിയോയിലുള്ള ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് സീഡിലും കാണാൻ പറ്റുന്നില്ലേ? നന്നായി നോക്കിയേ. യു ക്യാൻ സീ കോട്ട്ലിഡൻ, യു ക്യാൻ സീ എൻഡോസ്പേം, യു ക്യാൻ സീ കോളിയോപ്റ്റൈൽ. ഒരു ഒവ്യൂൾ സീഡായി മാറിയപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. അതുപോലെയാണ് ഓവറി ഫ്രൂട്ടായി മാറുമ്പോഴും കുറേ മാറ്റങ്ങൾ അതിൽ കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഫ്രൂട്ട്സിനെ കുറിച്ച് പഠിക്കാം. സിംപ്ലി വി ക്യാൻ സേ എ ഫ്രൂട്ട് ഈസ് എ റൈപ്പൻഡ് ഓവറി. നല്ല പാകമായ ഒരു ഓവറിയാണ് ഫ്രൂട്ട്. ആ ഫ്രൂട്ടിനുള്ളിലാണ് ഈ വിത്തുകൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രൂട്ടുകൾക്ക് ഒത്തിരി സവിശേഷതകളുണ്ട്. ഓവറി ഫ്രൂട്ടായി മാറുമ്പോൾ ഓവറിയുടെ ഭിത്തി ഫ്രൂട്ടിൻ്റെ ഭിത്തിയായി മാറുന്നു. ദ ഓവറി വാൾ ചേഞ്ചസ് ടു ഫ്രൂട്ട് വാൾ. ദ ഫ്രൂട്ട് വാൾ ഈസ് കോൾഡ് പെരികാർപ്പ്. ചില ഫ്രൂട്ട്സിൽ പെരികാർപ്പ് നല്ല മാംസളമായിരിക്കും. എന്നാൽ മറ്റു ചില ഫ്രൂട്ടിൽ പെരികാർപ്പ് ഉണങ്ങിയതുപോലെ കാണപ്പെടും. ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് പെരികാർപ്പ് we can classify fruits into two. Some fruits have a fleshy pericarp. Such fruits are called fleshy fruits. ചിത്രം നോക്കിക്കേ. ഇവയെല്ലാം ഫ്ലഷി ഫ്രൂട്ട്സിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ ചില ഫ്രൂട്ട്സിൻ്റെ പെരികാർപ്പ് ഡ്രൈ ആയിരിക്കും. Such fruits are called dry fruits. So we can say based on the nature of pericarp, fruits are of two types. One is fleshy fruit and the other is dry fruit. In the figure you can see some examples of dry fruits. പെരികാർപ്പിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ഇവിടെ നമ്മൾ കണ്ടത്. നല്ല മാംസളമായിട്ടുള്ള പെരികാർപ്പാണെങ്കിൽ ഫ്ലഷി ഫ്രൂട്ട്, ഡ്രൈ ആയിട്ടുള്ള പെരികാർപ്പാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്. I told you that fruits develop from the ovary. Based on the nature of development of fruits, we can classify fruits into three types. ഫ്രൂട്ട്സിൻ്റെ രൂപീകരണം നടക്കുന്ന പ്രക്രിയയ്ക്കനുസരിച്ചിട്ട് നമുക്ക് ഫ്രൂട്ട്സിനെ മൂന്നായി തരംതിരിക്കാം. ചിലതരം ഫ്രൂട്ടുകൾ ഓവറിയിൽ നിന്നും ഫെർട്ടിലൈസേഷനിലൂടെയാണ് ഉണ്ടാകുന്നത്. അത്തരം ഫ്രൂട്ട്സിനെ പറയുന്ന പേരാണ് ട്രൂ ഫ്രൂട്ട്സ്. True fruits are fruits that develop from the ovary through fertilization. നമ്മുടെ ചുറ്റും കാണുന്ന മാങ്ങ, പേരയ്ക്ക ഇവയൊക്കെ ഓവറിയിൽ നിന്നും ഫെർട്ടിലൈസേഷനിലൂടെ ഉണ്ടാകുന്ന ട്രൂ ഫ്രൂട്ട്സ് ആണ്. എന്നാൽ മറ്റു ചില ഫ്രൂട്ട്സ് ഉണ്ട്. അവയിൽ ഓവറിയോടൊപ്പം തന്നെ പൂവിൻ്റെ മറ്റു ചില ഭാഗങ്ങളും ഫ്രൂട്ടായി മാറുന്നതിന് സഹായിക്കും. ഇവിടെ തലാമസ് എന്ന് പറയുന്ന പൂവിൻ്റെ ഭാഗം ഫ്രൂട്ടായി മാറിയ രണ്ട് ഫ്രൂട്ടിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാം. ഏതൊക്കെയാണ് ചിത്രം? വളരെ ഫെമിലിയർ ആണല്ലേ? ആപ്പിൾ, അതുപോലെ തന്നെ സ്ട്രോബെറി, അതുപോലെ കാഷ്യൂ ഫ്രൂട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം ഈ മൂന്ന് തരം ഫ്രൂട്ട്സിലും തലാമസ് ആണ് ഫ്രൂട്ടായി പ്രധാനമായും മാറുന്നത്. Fruits formed from parts other than ovary are called false fruits. We can see apple, cashew and strawberry as examples for false fruits. എന്നാൽ ഈ ചിത്രം ഒന്ന് നോക്കിയേ. ബനാന ഫ്രൂട്ടാണ്, ഓവറിയിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഫെർട്ടിലൈസേഷൻ നടക്കത്തില്ല. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഓവറി നേരിട്ട് ഫ്രൂട്ടായി മാറി. ഇത്തരം ഫ്രൂട്ടിനെ പറയുന്ന പേരാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ആർ ഫ്രൂട്ട്സ് ദാറ്റ് ഡെവലപ്പ് ഫ്രം ദ ഓവറി വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. നിങ്ങൾ സീഡ്ലെസ് ഗ്രേപ്സ് കഴിക്കാറുണ്ടല്ലേ? അതും പാർത്തനോകാർപ്പിക് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഡെവലപ്മെൻറ്റ് വി ക്യാൻ ക്ലാസിഫൈ ഫ്രൂട്ട്സ് ഇൻറ്റു ത്രീ ടൈപ്സ്: ട്രൂ ഫ്രൂട്ട്, false fruit and parthenocarpic fruit. True fruit develops from the ovary through fertilization, but in the case of false fruit it develops from floral parts other than ovary.
But in the case of parthenocarpic fruits, the fruits develop from ovary without fertilization. ഇനി നമുക്ക് 2-3 assignment questions എഴുതിയെടുക്കാം. Write down these assignment questions. First one, find out the differences between a dicot embryo and a monocot embryo. Dicot embryoയും monocot embryoയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തി ഒരു പട്ടിക നിർമ്മിക്കുക. The second question for your assignment is there any relationship between the number of ovules in an ovary and the number of seeds present in a fruit? Justify your answer. The third question is prepare a list of dry fruits and fleshy fruits. ചുറ്റുപാടുമൊക്കെ ചെടികളുണ്ട് എങ്കിൽ അവയിലുള്ളത് ഫ്ലഷി ഫ്രൂട്ടാണോ ഡ്രൈ ഫ്രൂട്ടാണോ എന്ന് കണ്ടെത്തി ഒരു പട്ടിക നിർമ്മിക്കുക. നമുക്കിന്ന് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്ന് ഓർത്തു നോക്കാൻ ശ്രമിക്കാം. Today we have learned the various stages in embryo journey. We have studied the structure of a dicot embryo and a monocot embryo. We have studied the differences between albuminous seeds and ex-albuminous seeds. I think you remember the peculiarity of perisperm with the examples. We have discussed the different types of fruits based on the nature of pericarp. I think you also remember the classification of fruits based on their formation. Angiosperm സസ്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയായ എംബ്രിയോ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും അതുപോലെ സീഡുകളെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിച്ചതിനെക്കുറിച്ചുള്ള അസൈൻമെൻറ്റ്സ് ഒക്കെ എഴുതുക, സന്തോഷത്തോടു കൂടി ഇരിക്കുക. താങ്ക് യു. സീ യു അഗൈൻ.